അസ്സലാമലൈക്കും. നമ്മളിന്ന് ആന്തോരത്തിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ ഒരു ആന്തോറിയം കളക്ഷൻ. ഇതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവാനും പെട്ടെന്ന് വേര് പിടിക്കാനും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നും പിന്നെ ഇത് ഞങ്ങൾ ചെയ്യുന്നൊരു രീതിക്ക് ഇതെങ്ങനെയാണ് പിടിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മളൊരു പുതിയ രീതി എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടാവും പലരും, എന്നാലും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല, നമ്മളെ ഐഡിയയിൽ ചെയ്തു നോക്കിയൊരു കാര്യമാണിത്. ഇതേപോലെ ആന്തൂറിയം എങ്ങനെ വെക്കാം, ഹാങ്ങിങ് ആയിട്ട് എങ്ങനെ വെക്കാം എന്നുള്ളതാണ്. ഇതേപോലെ നമ്മളിതൊരു ഹാങ്ങിങ് പോട്ടാണ്, നമ്മളുടെ ഓർക്കിഡിനുള്ളൊരു ഹാങ്ങിങ് പോട്ടാണിത്. നമ്മൾ ഇതിൽ ആന്തൂറിയം സെറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പെട്ടെന്ന് വേര് പിടിക്കും. പിന്നെ നമ്മൾ ഇതേപോലെ വളമൊക്കെ ചെയ്ത് കൊടുത്താൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവും. നമ്മത് വെച്ചിട്ടുള്ളൂ, കുറേയൊക്കെ സെയിലായി പോയി. അപ്പം നമ്മൾ ഇതെങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. ആന്തൂറിയം നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ആന്തൂറിയത്തിൻ്റെ. ഇൻഡോറിന് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. കാരണം ഇതിന് വെയിൽ ആവശ്യമില്ല, സൺലൈറ്റിൻ്റെ ഒരു ഇത് കിട്ടിയാൽ മതി. വെയിൽ തീരെ ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണിത്. അപ്പം ഇൻഡോറിൽ നമ്മളിങ്ങനെ സെറാമിക്കിലൊക്കെ വെച്ചാൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ. ഇങ്ങനെ നല്ലോണം ചകിരിച്ചോറിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ സെറാമിക്കിൽ വെച്ചാൽ മതി. അപ്പോൾ നല്ല രസമായിരിക്കും. ഇൻഡോറിൽ അങ്ങനെ കൊണ്ടുവെക്കാം. നമ്മളൊരു ചെറിയ പോട്ടിൽ പിടിപ്പിച്ചിട്ട് സെറാമിക്കിൽ ഇറക്കി വെക്കേ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ആന്തോറിയത്തിൽ. നമ്മളേലാകെ 2-3 ടൈപ്പ് ഉള്ളൂ. പിന്നെ ഹാങ്ങിങ്ങിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിങ്ങനെ ചെറിയ പൂക്കളായിട്ട് നല്ല ക്യൂട്ടായിട്ട് വരുന്നുണ്ടല്ലേ. ആണോ? ഇത് ചെറിയ പൂവിൻ്റെ എനിക്കറിയില്ല. ഇതിങ്ങനെ ഈ ഒരു ടൈപ്പ് പൂവാണത്, ചെറുത്. പിന്നെ വലുതാവുമ്പോൾ ഇതിങ്ങനെയാവും. ഇതൊരു വെറൈറ്റി ആണ്. ഇതൊരു പെർഫെക്റ്റ് ഷേപ്പ് അല്ലേ, ആന്തോരത്തിൻ്റെ ഒരു ഹാർട്ട് ഷേപ്പ്. ഇത് അതിൻ്റെ തന്നെ ഒരു പൂവാണ്. ഇതിന് വേറൊരു പൂവ് അപ്പുറത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിങ്ങനെ ഗ്രീൻ, ആദ്യം ഫുൾ ഗ്രീൻ ആയിരിക്കും, ലീഫ് പോലെ തന്നെ. എന്നിട്ട് പിന്നെ ഇങ്ങനെ റെഡായി വരുന്നതാണ്. സോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. നമ്മളിത് അടുക്കള വശത്താണ് ചെയ്തേക്കുന്നത്. നമ്മൾ വെയിൽ കുറവ് ഇവിടെ ആയതുകൊണ്ട് നമുക്കിനി എങ്ങനെ ഹാങ്ങിങ് പോട്ടിൽ ഇത് വെക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു ചെറിയൊരു തൈ ഇങ്ങനെ അതിൽ നിന്ന് പറിച്ചെടുക്കുക. ഇതിൽ മുട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ വേര് കട്ട് ചെയ്ത് കളയാം. സൈഡിൽ വന്നേക്കുന്ന വേരുകളൊക്കെ കട്ട് ചെയ്ത് കളയാം. നമ്മൾക്ക് പിന്നെ ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് ഇങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് വെച്ചാൽ വേറെ പിടിച്ചോളും. പക്ഷെ ഞാൻ ചെയ്യണില്ല, എന്റെ ചട്ടി ഉള്ളുള്ള ചട്ടിയാണെങ്കിൽ വെക്കാം, വേരവിടെ നിന്നോളും. അല്ലെങ്കിൽ നമുക്ക് അതും കട്ട് ചെയ്ത് കളയാം. അതുകൊണ്ട് ടെൻഷൻ ആവണ്ട, പിടിച്ചോളും, പെട്ടെന്ന് പിടിച്ചോളും വേഗം. ഞാൻ ഇട്ടേക്കണ ചട്ടി ഒരു ഹാങ്ങിങ് ആണ്. ഇല്ല, റോളുള്ള ചട്ടി എടുക്കണേ കുറച്ചും കൂടി നല്ലതായിരിക്കും. നമ്മളെ അതിന്റെ സ്റ്റോക്ക് കഴിഞ്ഞു. അപ്പൊ നമ്മള് ഇങ്ങനത്തെ പോട്ട് എടുത്താലും കുഴപ്പമില്ല, ഇതിൽ വെച്ചാലും മതി. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഇതിപ്പോ ചകിരിച്ചോറും ആട്ടുംകാട്ടും കൂടി മിക്സ് ആക്കിയതാണ്. വേറെ ഒന്നുമില്ല, മണ്ണ് നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. മണ്ണ് വേണ്ട, തീരെ വേണ്ട ഇതിന് മണ്ണ്. ഇതിന് വളരെ കുറവും വേണ്ട, ഒട്ടും വേണ്ട മണ്ണ്. ഇങ്ങനെ വെക്കുമ്പോ നമുക്ക് വലിയ ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ അടിയിൽ കുറച്ച് പൊതിമടലിട്ട് കൊടുക്കണം. ഇത് ഞാനിപ്പോൾ ഒന്നും ഇടുന്നില്ല. പെട്ടെന്ന് വേര് പിടിച്ച് പൂക്കളുണ്ടാവും. ഞാൻ ഇതിന് ബാക്കിലാവുമ്പോൾ ഇടണം. വലിയ ചട്ടിയാകുമ്പോൾ നമ്മൾ ചകിരി താഴെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മണ്ണല്ല, ഈ ചകിരിച്ചോറും ഇതും മിക്സ് ചെയ്തത് ഇടുക. അപ്പോൾ നമുക്ക് അത്രയും കൂടുതൽ ഇടണ്ടല്ലോ. പിന്നെ ചകിരി പൊതിമടൽ, തേങ്ങ പൊളിച്ചതിൻ്റെ ആ മടലുള്ളി, ആ ഒരു ചകിരി ഉള്ളി നൂരെടുത്തിട്ട് വെച്ചാൽ നമുക്ക് അത്രയും കുറവ് ഈ സംഭവം ഇട്ടാൽ മതി, ഈ ചകിരിച്ചോറൊക്കെ. നമ്മൾ ഈ ഹാങ്ങിങ് പോട്ടിൽ ചെയ്തപ്പോൾ അത് സൈഡ് മൊത്തം ഇങ്ങനെ ഓപ്പൺ അല്ലേ, ഹോളല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്താന്ന് വെച്ചാല് ഈ ചകിരി ഇതേപോലെ തേങ്ങ പൊളിച്ചതിൻ്റെ ആ ചകിരി എടുത്തിട്ട് നമ്മൾ ആ സൈഡിൽ വെച്ച് കൊടുത്തു ആദ്യം. എന്നിട്ടാണ് ചകിരിച്ചോറും വളവും കൂടി മിക്സ് ചെയ്തത് ഇട്ടിട്ട് ഇതേപോലെ പ്ലാന്റ് വെച്ചത്. അത് ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് വെച്ച് കഴിഞ്ഞിട്ട് അത് കാണിച്ചു തരാം. അമർത്തി വെക്കണം, നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഫുള്ള് വെയില് കഴിയുമ്പോ ഇതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും. കാരണം ഇലകൾക്കൊക്കെ ഒന്നും കൂടി ഉഷാറാവും. നല്ലൊരു ഗ്രീൻ കളറൊക്കെ ആയിണ്ടാവും.
പിന്നെ വെയില് മാത്രമുള്ള വീടുകളാണെങ്കിൽ ഇപ്പൊ തണലില്ല, ഈ ആന്തോറിയം പ്ലാന്റ്സ് ഇഷ്ടമാണ്, അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഹാങ്ങിങ് ചെയ്തിട്ട് റോപ്പ് അല്ലെങ്കിൽ ഇതുപോലെ അല്ലാതെ ഇങ്ങനെ ഫിക്സ് ചെയ്യുന്ന കിട്ടും. ആ ഹാങ്ങിങ്ങിന്റെ സംഭവം മേടിച്ചിട്ട് നമുക്ക് പോർച്ചിലോ സിറ്റ് ഔട്ടിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചകിരിച്ചോറ് ആയതുകൊണ്ട് എപ്പോഴും നനക്കേണ്ട ആവശ്യമില്ല, വെള്ളം അതിലിങ്ങനെ സ്റ്റോർ ആയിരുന്നോളൂ. 4 ദിവസം കൂടുമ്പോ നനച്ചാൽ മതി. പിന്നെ നല്ല ഭംഗിയുള്ള നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന പോട്ടില്ലേ, മറ്റേ വൈറ്റ് റെഡ് വെറൈറ്റി കിട്ടുന്നത്, ഈ സെൽഫ് വാട്ടർ പോട്ട്സ്, അതില് ആന്തോറിയം വെച്ചാലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതും ഹാങ് ചെയ്തിടാം, നമുക്ക് ഹാങ് ചെയ്യാം, ടീപ്പോയിൽ വെക്കാം, ഇൻഡോർ ആക്കി വെക്കാം. സെറാമിക്കിൽ വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. ഇതിങ്ങനെ പിന്നെ പൂവ് ഒരുപാട് കാലം ഇങ്ങനെ പൂവ് ഉണ്ട് ഇങ്ങനെ നിന്നോളും, പെട്ടെന്ന് നശിച്ചു പോവില്ല. പിന്നെ പുഴുക്കേട് വരൂല, അതൊക്കെ നല്ലൊരു ബെനിഫിറ്റ് ആണ്. ഇതിലങ്ങനെ പുഴുക്കേട് വരൂല. മെയിൻ പ്രോബ്ലം എന്താണ്, സൺലൈറ്റ്, വെയിലത്ത് വെച്ചാ ഇലയൊക്കെ കരിഞ്ഞു പോകും, അതൊക്കെയാണ് ഒരു പ്രശ്നം. അപ്പൊ ഇൻഡോർ വെക്കാൻ നല്ലതാണ്. പുഴുക്കേടൊന്നും വരൂല, പുഴുക്കേട് വരാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാലും നമ്മള് എന്താണ് വെളുത്തുള്ളി കീടനാശിനി, ഇതിനങ്ങനെ ഭയങ്കര കീടനാശിനിയുടെ ആവശ്യമില്ല. വെളുത്തുള്ളി ചതച്ചിട്ട് പേസ്റ്റ് വാട്ടർ ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കി അടിച്ചു കൊടുത്താലും മതി. ഒരു 3 days ഒക്കെ കൂടുമ്പോൾ നല്ല ഉഷാറായിട്ട് വന്നോളും. പിന്നെ നമ്മൾ മുട്ടത്തോട് പൊടിച്ചൊക്കെ ഇട്ട് കൊടുക്കുക, നമ്മൾ എല്ലാ വീഡിയോയിലും പറയണ പോലെ. പഴത്തിന്റെ തൊലി ഒരു കുപ്പിലിട്ട് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് അടച്ചു വെക്കാം. കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ. എന്നിട്ട് ആ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരുപാട് പൂക്കൾ ഉണ്ടാവും. ഇതിപ്പോ ഇനി നമുക്ക് റോപ്പ് ഇട്ടിട്ടത് ഹാങ് ചെയ്ത് വെക്കാം. പിന്നെ ഇതൊരു പൊട്ടിയൊരു നമ്മള് കറിയൊക്കെ വെക്കണ കല്ലില്ലേ, അതാണ്. അപ്പൊ അതിന്റെ മൂട് നമ്മൾ ഒന്നുകൂടി ഒന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങനെ പെയിന്റ് അടിച്ച്, നമുക്ക് ഇഷ്ടമുള്ള പെയിന്റ് അടിക്കാൻ, നമ്മളിൽ ഈ പെയിന്റ് ഉണ്ടായിരുന്ന. എന്നിട്ട് ഒരു ആന്തോറിയം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ കലത്തിലും ചട്ടിയിലൊക്കെ വെക്കുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പൊതിമടല് കീറിയിട്ട് അടിയിൽ ഇട്ട് കൊടുക്കുക. അതിന്റെ മേലെ ഈ മണ്ണും വളമൊക്കെ ചകിരിച്ചോറും വളം ഇട്ടാ മതി. അപ്പൊ അത്രയും കുറവ് നമുക്ക് ചകിരിച്ചോറും വളവും മതി. പിന്നെ എപ്പോഴും ഏത് ചെടി വെക്കുമ്പോഴും ഫില്ലാക്കരുത് മണ്ണ്, ഒരു 3/4 ഭാഗം, എന്നാലും നമുക്ക് ബാക്കിയുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. റോപ്പ് ഇടാണ്. റോപ്പ് ഇട്ട് സെറ്റാക്കി. ഇനി നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്താൽ മതി. ഇനിയിപ്പോ പൂക്കളൊക്കെ വരുമ്പോ നല്ല രസമായിരിക്കും. ഇതിൽ ഓൾറെഡി ഒരു മുട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഹാങ്ങിങ് പോട്ട് നമ്മൾ വേര് പിടിച്ചത് ഒന്ന് കാണിച്ചു തരാം. നമ്മളിത് വെച്ചിട്ട് ഒരു 2 weeks 3 weeks ഒക്കെ ആയിട്ടുള്ളൂ. 2 weeks കൂടുതലായി. ഇതിൽ ക്ലിയർ ആയിട്ട് കാണാം നമ്മൾ ചെയ്തെന്താ നോക്ക്. ആദ്യം ഇങ്ങനെ ചകിരി വെച്ചു. ചകിരി എന്ന് വെച്ചാല് തേങ്ങ പൊളിച്ചിട്ട് കിട്ടൂലേ, ആ മടലിന്റെ ഉള്ളിലത്തെ ചകിരി കീറിയിട്ട് ഇങ്ങനെ വെച്ചു. എന്നിട്ടാണ് ചകിരിച്ചോറും വളവും കൂടി ഇട്ടത്. എന്നിട്ട് അതിന്റെ മേലെ കുറച്ച് വളം ഇട്ട് കൊടുത്തതാണ്. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ നിറച്ച് വേരായിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ വേര് കട്ട് ചെയ്തിട്ട് തന്നെ വെച്ചത്. ഇതിലും ഇത് പൊക്കാൻ പറ്റുമോ? നല്ല കട്ടിയായിട്ട് വേര് പിടിച്ച് ഇതിൽ പൂക്കളും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ വേരിന് ഇങ്ങനെ പുറത്തേക്ക് വന്ന് ഭംഗിയിൽ ഞാണ്ട് കിടക്കും. നിറച്ച് പൂക്കളും ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. ആന്തോറിയത്തിനെയും പൂക്കളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ശരിക്കും ഇതാവുമ്പോ സുഖമാണ്. അപ്പൊ നിറച്ച് വേര് വരാൻ പറ്റിയ ഒരു രീതിയാണത്. നമ്മള് വെയിലത്ത് വെക്കാൻ പറ്റാത്തൊരു പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പിടിപ്പിക്കാം. അപ്പൊ സെറാമിക്കിലോ ഇൻഡോറോ വെക്കണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചകിരിച്ചോറും വളവും മിക്സ് ചെയ്തിട്ട് വെക്കാം. പെട്ടെന്ന് വേര് പിടിക്കും. ഹാങ്ങിങ് ആയിട്ടും ചെയ്യാം. കുറച്ചുകൂടി നീളമുള്ള റോപ്പിൽ നമ്മൾ സിറ്റ് ഔട്ടിന്റെ ഒരു കോർണറിലൊക്കെ ഇട്ടാൽ ഭയങ്കര രസമായിരിക്കും കാണാൻ. പിന്നെ ആന്തോറിയത്തിനെ പറ്റിയിട്ട് എന്തൊക്കെയോ പ്രോബ്ലംസ് ഒക്കെ പണ്ട് വന്നിരുന്നു, എനിക്കറിയില്ല, ഉമ്മച്ചി പറഞ്ഞതാണ്. അപ്പൊ എല്ലാവരും ഒരുപാട് പേരിങ്ങനെ കൃഷി തുടങ്ങിയിട്ട് അതൊക്കെ എന്തോ ഒരു നെഗറ്റീവ് വന്നപ്പോ നശിപ്പിച്ചു. നമ്മൾ കളഞ്ഞില്ല, നമ്മളതിലുള്ള ഒരു സ്റ്റോക്കാണിത്. പിടിപ്പിച്ച് നല്ല ഭംഗിയുള്ള ഫ്ലവർ അല്ലേ ഇതിൻ്റെ, പ്ലാസ്റ്റിക് പോലെ.
പിന്നെ ഒരു പ്ലാന്റ് നമ്മൾ വെറുതെ പരിചയപ്പെടുത്തണേണ്, തുജ എന്ന് പറയും. അറിയില്ല, ചിലവരെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ ഈ കടന്നലൊക്കെ കുത്തൂലേ, കടന്നലൊക്കെ കുത്തുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ലീഫ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒടിച്ചെടുക്കാം. എന്നിട്ട് ഇതാ ഇങ്ങനെ മടക്കിയിട്ട് തിരുമ്പിയിട്ട് ആ കടന്നലൊക്കെ കുത്തിയ സ്ഥലത്ത് ഇങ്ങനെ ഉരച്ചാല് ആണിയൊക്കെ പോന്നോളും. നല്ലൊരു ഒരു ആയുർവേദിക്, അതെ, ഒരു ആയുർവേദിക് പ്ലാന്റ് ആണ്. ഒരു നീരല ഒന്നും ഉണ്ടാവില്ല, ഒരു തണുപ്പായിരിക്കും. ഹോമിയോയില് നമ്മളടുത്തൊരു ഹോമിയോ ഡോക്ടർ പറഞ്ഞതാണ്, ഹോമിയോയില് ഇതിന്റെ ഒരു ഓയിൽമെന്റ് ഉണ്ട്, ആണി രോഗത്തിന് നല്ലതാണ്. തുജ എന്നാണ് പേര്. തുജ എന്ന പേരിൽ തന്നെയാണ് ഓയിൽമെന്റും. അപ്പൊ ഈ പ്ലാന്റിന്റെ ആ നീര് നമുക്കിപ്പൊ കടന്നലൊക്കെ കുത്തുമ്പോ നമ്മൾക്ക് തേച്ചാല് നല്ല പൊള്ളലൊന്നുമില്ല ഇതിന്. ഒരു തണുപ്പ്, നമ്മള് സാധാ വെള്ളം തൊട്ടാക്കുമ്പോ ഒരു തണുപ്പ്. നല്ലൊരു പ്ലാന്റ് ആണ്, നമ്മളിങ്ങനെ പരിചയപ്പെടുത്തിയെന്നുള്ളൂ. പിന്നെ ഒരു ആയുർവേദിക് പ്ലാന്റ് ഉണ്ട്, അതുകൂടി കാണിച്ചു തരാം. ഇതാണ് ആ പ്ലാന്റ്. ഇത് ഓക്സാലിസിന്റെ ഒരു വെറൈറ്റി ആണ്. നല്ല ഭംഗിയുള്ളൊരു ഇലയാണ്, കണ്ട പൂ പോലെ. ഇത് പുളിയാറില എന്ന് മലയാളത്തിൽ പറയും. അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവര്. ഇതൊരു ആയുർവേദിക് പ്ലാന്റ് ആണ്. ഇതെന്താന്ന് വെച്ചാൽ ഗ്യാസ് ട്രബിളിനും വയറ് സ്തംഭനം അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ഇത് മോരിൽ നമ്മൾ ഇതിൻ്റെ ഇല ഇങ്ങനെ ചതച്ചിട്ട് ഇട്ട് കുടിക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മളെ വയറ് സ്തംഭിച്ചിരിക്കുന്നതും ഗ്യാസ് ട്രബിൾ പ്രോബ്ലം ഒക്കെ പോകും. നല്ല ഭംഗിയാട്ടോ ഇത്. നമ്മളിത് വെച്ചിട്ട് പിടിച്ചു വരുന്നേ ഉള്ളൂ. ഇത് ഹാങ് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും. ഇങ്ങനെ ഇത് നമ്മൾ ടർട്ടിൽ വെയിനൊക്കെ പോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നിറച്ച് വരാം. ഇതിൻ്റെ ഈ വള്ളിയിൽ അതിങ്ങനെ ഫുള്ളിങ്ങനെ ഹാങ് ചെയ്ത് വരും, നിറച്ച് ഇലകളായിട്ട്. ഒരു യെല്ലോ, ചെറിയൊരു യെല്ലോ മുക്കുറ്റിപ്പൂ പോലത്തെ ഒരു പൂവുണ്ട് ഇതിൽ, കുഞ്ഞിത്. നമ്മൾ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നൊക്കെ പറയൂലേ, അതൊരു ഓക്സാലിസിൻ്റെ ഒരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെയുള്ളൊരു ഓക്സാലിസിൻ്റെ ഒരു ഗ്രൂപ്പിൽ പെട്ടൊരു പ്ലാന്റ് ആണ്. അതൊരു ആയുർവേദിക് ആണ്. വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഹാങ്ങിങ് കളർഫുൾ ഹാങ് പോട്ടില, ബ്ലാക്കിലോ വൈറ്റിലോ നമ്മളിങ്ങനെ ഇത് പിടിപ്പിച്ചിട്ട് ഹാങ് ചെയ്താലും ഭംഗിയാണ്, ആയുർവേദിക്കുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ പ്ലാന്റ് നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഹാങ് ചെയ്തിടാം. നല്ല ഭംഗിയുള്ള ഒരു ഇലയാണ് ഇതിൻ്റെ, കണ്ടില്ലേ, നമ്മൾ വരക്കുന്നൊക്കെ പോലെ നല്ല രസമാണ്. ഇതിൽ പൂവിടുമ്പോഴും ഭംഗിയാണ് കാണാൻ. അങ്ങനെ വെയിൽ, തണൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇതിനില്ല, അവിടെ വെച്ചാലും പിടിച്ചോളും. നമ്മളിപ്പോൾ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഫുള്ള് ഉണങ്ങിപ്പോയി. ദൂരെയാണ്, മലപ്പുറത്താ വീട്. ഉണങ്ങിപ്പോയിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ പീസാക്കി വെട്ടിയിട്ടിട്ട് മണ്ണിട്ടിട്ട് കുറേ പീസാക്കി വെട്ടിയിട്ട് അതിൻ്റെ മേലെ പിന്നെ കുറേ മണ്ണിട്ട് വെച്ചതാണ്. പെട്ടെന്ന് പിടിച്ചു. പെട്ടെന്ന് പിടിക്കും, പെട്ടെന്ന് വളരുകയും ചെയ്യും. സോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഭംഗിയുള്ള ലീഫുള്ള സംഭവം ഉണ്ടെങ്കിൽ ഹാങ് ചെയ്ത് ഇടുക. ഞാൻ പറഞ്ഞ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറഞ്ഞതാണ്. ഇതിൻ്റെ ഒരു വെറൈറ്റി ആണ് അതും. ഇതിൻ്റെയൊക്കെ ഒരു ഫാമിലി പെട്ടതാണത്. ആ ഗ്രീൻ, ആ പുളിയാറില, ഇതും ഒരു ഓക്സാലിസിൻ്റെ വെറൈറ്റി ആണ്. ഇതും അതൊക്കെ ഒരു ഫാമിലി പെട്ടതാണ്. ഇതിനങ്ങനെ ആയുർവേദിക് ഗുണമുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഒരു ഫ്ലവർ കണ്ടില്ലേ, ഇതുപോലെ തന്നെ ഒരു കുഞ്ഞി യെല്ലോ ഫ്ലവർ ആയിരിക്കും അതിനും. സോ നമ്മള് ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറയുക. നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് കൂട്ടിത്തരാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനി ഒരു ടിപ്പായിട്ടും വേറെ എന്തെങ്കിലും പ്ലാന്റ്സിൻ്റെ ഒക്കെ സ്റ്റോറിയൊക്കെ ആയിട്ട് ഇനിയും വരാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.